സത്യപ്രതിജ്ഞ തുടങ്ങാത്ത ഞങ്ങളുടെ ആരുടെയും കുറ്റമല്ല സത്യപ്രതിജ്ഞ തുടങ്ങാത്തത്. അവരിൽ തന്നെ ഗ്രൂപ്പുകളിൽ നടത്തി എന്ത് ചെയ്യും? 4-ാം തീയതി റിസൾട്ട് വന്നിട്ട് ഇത്രയും ദിവസം 15 ദിവസം ഇത്രയും ദിവസമായിട്ടും സത്യപ്രതിജ്ഞ നടക്കാത്തത് നമ്മുടെ തെറ്റോ? എല്ലാ സ്ത്രീകൾക്കും എല്ലാ ഭാഗത്തേക്കും എന്നുള്ള വാക്ക് പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇത് മഹിളാ മോർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല, BJPക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഈ കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ സ്ത്രീകൾക്ക് കേരളത്തിൽ ഇന്നു മുതൽ KSRTCയിൽ സൗജന്യ യാത്ര കൊടുത്തുകൊണ്ട് പറഞ്ഞ വാക്ക് കോൺഗ്രസ് പാലിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പറയാനുള്ളത്. ഇനി പറഞ്ഞ വാക്കുകൾ പാലിക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ സൗജന്യ യാത്ര എന്നത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. അപ്പോൾ ആ പറഞ്ഞ മാതിരി ജനങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ സൗജന്യ യാത്ര കൊടുക്കുക ഇനി വഴിയില്ല. മാത്രമല്ല മെയ് 15 മുതൽ നമ്മളിത് ആരംഭിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇന്ന് മെയ് 15. അപ്പോൾ ആരൊക്കെ ഇവിടെയൊക്കെ എങ്ങനെ യാത്ര ചെയ്ത്? നിങ്ങൾക്ക് കേരളത്തിലെ ട്രാൻസ്പോർട്ട് ബസ്സിൽ സൗജന്യ യാത്ര കിട്ടി തുടങ്ങിയോ? എന്തായാലും വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പറഞ്ഞ വാക്കുകൾ അത് പാലിക്കണം. ജനങ്ങൾക്ക് പറഞ്ഞ വാക്കുകൾ പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 8ന്റെ പണി തരും. ഇതിനെക്കാട്ടി വലിയ പ്രതിഷേധമായിരിക്കും കാണാനുണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പോൾ ഏതായാലും ജനങ്ങൾക്ക് ഈ വാക്കുകളൊക്കെ കൊടുത്തതാ. അപ്പോൾ ഇത് പാലിക്കണം. തമിഴ്നാട്ടിലൊക്കെ കണ്ടില്ലേ വിജയ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ പാലിക്കണേ. വെറും 2ാമത്തെ ദിവസം തന്നെ ഒരുപാട് 717 മദ്യശാലകൾ വരെ പറഞ്ഞ മാതിരി കൂട്ട് വീണ്. അപ്പോൾ പറഞ്ഞ വാക്കുകൾ പാലിക്കുക. അപ്പോൾ ജനങ്ങൾ അതിനാണ് കാത്തിരിക്കുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ സൗജന്യ യാത്ര. പിന്നീട് പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില കൂടി കടത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അത് പകുതികൾ വെച്ച് നിർത്താൻ പാടില്ല. അപ്പോൾ ഇതിനെക്കാട്ടും വലിയ തെറിവിളികൾ, വലിയ പ്രതിഷേധം കാണേണ്ടി വരും. കാരണം ജനങ്ങൾ ഒറ്റക്കെട്ടാവും. ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. അപ്പോൾ അത് നടപ്പിലാക്കുക. അത് കാലങ്ങളോളം തുടർന്ന് പോകുക എന്നല്ലാതെ അതിലിങ്ങനൊരു മാറ്റം വരുത്താൻ പാടില്ല. ഇപ്പം തന്നെ എങ്ങനെയായി? ഫസ്റ്റ് ദിവസം തന്നെ ഇതുപോലത്തെ പ്രതിഷേധങ്ങളാണ്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ കാണേണ്ടി വരും? ഏതായാലും ഒന്നും പറയാനില്ല. അപ്പോൾ മെയ് 15 മുതൽ ഞങ്ങളത് ആരംഭിക്കുന്നു പറഞ്ഞു. ഇന്ന് മെയ് 15. ഇന്ന് ഈ മെയ് 15 ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോയി ഈ വീഡിയോ കാണാൻ നിങ്ങളൊക്കെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കാരണം ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതിൽ ചെറിയ മാറ്റങ്ങളുണ്ട്, അങ്ങനെ ഇങ്ങനെയുണ്ട്, പെട്രോൾ ഡീസലിന് വില കൂടി എന്ന് പറഞ്ഞ് മാറ്റങ്ങൾ വരുത്തിയാൽ, ജനങ്ങൾക്ക് കൊടുത്ത വാക്കുകളിൽ മാറ്റങ്ങൾ വരുത്തി സംസാരിച്ചാൽ ആരും വെറുതെ പെടൂല. കാരണം അല്ലേ? അപ്പോൾ കാര്യം കഴിഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ച് എന്ന കോലത്തിലായിരിക്കും ജനങ്ങൾ സംസാരിക്കുക. അപ്പോൾ പറഞ്ഞ വാക്കുകൾ പാലിക്കുക. അതിലൊന്നും മാറ്റം വരാൻ പാടില്ല. വന്ന വഴി മറക്കാനും പാടില്ല. കാര്യം കഴിഞ്ഞിട്ട് രാഘവമായണ എന്ന് പറഞ്ഞ മാതിരി ഒരു മാറ്റം കാണാൻ പാടില്ല. ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രതിഷേധിക്കും. അഭിപ്രായങ്ങൾ മറക്കല്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.